നമ്മളെ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ സിനിമയ്ക്ക് അങ്ങനെ ആ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിരിക്കുകയാണ്. ഇന്നലെ വരെയുള്ള ആ ഒരു സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് 99 കോടിയിൽ എത്തി നിൽക്കുന്നു. ഇന്നത്തെ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനും കൂടി ചേരുന്ന സമയത്ത് സിനിമയ്ക്ക് 100 CR ഇടം പിടിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ആ ഒരു കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു സക്സസിലേക്ക് ഉണ്ണിമുകുന്ദൻ മൂവിയായ മാർക്കോ എത്തുകയാണ്. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു സിനിമ എന്നേ 100 CR ഇടം പിടിച്ചതാണ്. എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒഫീഷ്യൽ കളക്ഷൻ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ പുറത്തുവിടുന്നത് ആരും അങ്ങനെ വിശ്വസിക്കാറില്ല. അതിൽ കൂടുതൽ പ്രൊമോഷൻ ഫിഗർ ഉൾപ്പെടുത്തിയിട്ടാണ് കളക്ഷൻ അപ്ഡേറ്റ് പുറത്തുവിടാറുള്ളത്. ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നവർ എത്രയാണോ ഒരു ചിത്രം കളക്ഷൻ എത്തപ്പെട്ടത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് ഇന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കളക്ഷൻ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് വരുന്നത്. അപ്പോൾ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ട്രാക്കിംഗ് കളക്ഷനിലൂടെ ഇന്നത്തെ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനും കൂടി ചേരുന്ന സമയത്ത് 100 CR എത്തപ്പെടാൻ സാധിക്കും. ശരിക്കും അതൊരു വലിയ കാര്യം തന്നെയാണ്. വേൾഡ് വൈഡ് 100 CR ഇടം പിടിക്കുക, അതും ഒരു എ പടം എന്ന ടാഗ് ലൈനോട് കൂടെ വന്ന ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിന് ഒരു 100 CR നേടാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഇല്ലാതെയാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊണ്ട് അന്യഭാഷയിലും അടക്കം വലിയ കളക്ഷൻ നേടിയ സിനിമ മാർക്കോ. ഹിന്ദിയിലും തെലുങ്കിൽ നിന്നും അതുപോലെ തമിഴിൽ നിന്നെല്ലാം നല്ല രീതിയിലുള്ള കളക്ഷൻ കോൺട്രിബ്യൂഷൻ വന്നതുകൊണ്ട് മാത്രമാണ് സിനിമയ്ക്ക് 100 CR വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് ഇടം പിടിക്കാൻ സാധിച്ചത്. ജപ്പാനീസ് ഭാഷയിലും അതോടൊപ്പം തന്നെ ചൈനീസ് ഭാഷയിലും അടക്കം ഈ ഒരു സിനിമയ്ക്ക് വലിയ റിലീസിങ് കാത്തു നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഒടുവിൽ വന്നിരിക്കുന്നത്. ആ ഒരു ലാംഗ്വേജിൽ സിനിമയുടെ ഡബ്ബിംഗ് കാര്യങ്ങളെല്ലാം പൂർത്തിയായ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ വർക്കുകൾ ആരംഭിക്കും. നല്ല വയലൻസ് ആൻഡ് ആക്ഷൻസ് നിറഞ്ഞ മൂവിയാണ് മാർക്കോ. ഇതിൻ്റെ മുന്നേ ചൈനീസ് റിലീസായിട്ട് ഇന്ത്യയിൽ നിന്നും എത്തിയ ഒരു സിനിമയായിരുന്നു മഹാരാജ. ആ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള കളക്ഷൻ ചൈനയിൽ നിന്നും നേടാൻ സാധിച്ചു. അത് മാത്രമാണ് മാർക്കോ എന്ന സിനിമയെ ചൈനീസ് ഭാഷയിൽ എത്തിക്കാൻ സിനിമയുടെ അണിയറ പ്രവർത്തകരെ പ്രചോദിപ്പിച്ചിരിക്കുന്നത്. അവിടെയും ഈ ഒരു സിനിമ വലിയ വിജയമായി തീരട്ടെ. 4th വീക്കും കൂടെ ഈ ഒരു സിനിമ വേൾഡ് വൈഡ് മികച്ച രീതിയിൽ പോവും. എന്തായാലും 100 CR കഴിഞ്ഞ് ഒട്ടനേകം ദൂരം കളക്ഷനിൽ എത്തപ്പെടാൻ മാർക്കോ എന്ന സിനിമയ്ക്ക് സാധിക്കട്ടെ. ചൈനീസും ജപ്പാനീസ് ഭാഷയും എല്ലാം ക്ലിക്കായിട്ട് വേറെ ലെവൽ വേറെ റേഞ്ച് സിനിമ എന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ പറയാൻ മാർക്കോ എന്ന സിനിമ ഒരു കാരണമാവട്ടെ. ഓക്കെ, ബൈ.